ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നൊരു കഥയുമായിട്ടാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. ഒരു കഥ കേട്ടാലോ? സൂപ്പർ ഒരു കഥയാണ്. കുഞ്ഞു കഥയാണ്. കാട്ടിലെ നടന്ന സംഭവമാണ്. ഒരിക്കല് ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. കാട്ടിലെ രാജാവാണ് സിംഹം. അപ്പൊ സിംഹം ഒരു പ്രഖ്യാപനം നടത്തി. വരുന്ന മാസം കാട്ടില് ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ ഏത് പക്ഷികൾക്കും പങ്കെടുക്കാം. ഓക്കെ, അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ കിടിലമാണ്. ഭയങ്കര സർപ്രൈസിങ് പ്രൈസാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ പുറത്തിരുന്ന് സവാരി നടത്താം. ഓക്കെ, പുഴയും കാടും അതിൻ്റെ അരികിലൂടെയൊക്കെ സവാരി നടത്താം. തീർന്നില്ല, ഒരു മാസത്തേക്ക് അടുത്ത കാട്ടിൽ പോയി ഫ്രീ ആയി സുരക്ഷിതമായി ജീവിക്കാം. എങ്ങനെയുണ്ട്? വമ്പൻ ഓഫറല്ലേ? അപ്പോൾ എല്ലാ പക്ഷികൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും ട്രെയിനിങ്ങിന് പോകാൻ തുടങ്ങി, കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി. നമ്മളല്ലേ മസിലൊക്കെ വരുത്താൻ വേണ്ടി ജിമ്മിലൊക്കെ പോകത്തില്ലേ, അതുപോലെ നമ്മുടെ കുഞ്ഞി കിളി ഉൾപ്പെടെ എല്ലാവരും പല പല ട്രെയിനിങ്ങിനൊക്കെ പോയി. അങ്ങനെ എല്ലായിടത്തും പ്രിപ്പറേഷനാണ്. അങ്ങനെ ഇനി ഇത് നല്ല ഭയങ്കര ഓഫറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ട്രെയിനിങ്ങിനൊക്കെ പോയതുകൊണ്ട് മത്സരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല, നല്ല നീതിപൂർവം നടക്കണമെന്നുള്ളത് രാജാവിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് എന്താ ചെയ്തേ? കുരങ്ങന്മാരെയാണ് റെഫറി ആയിട്ട് നിശ്ചയിച്ചത്. അപ്പോൾ ഒരല്ല, പല പല കുരങ്ങന്മാർ, കാരണം അവർക്ക് പൊക്കമുള്ള മരത്തിലൊക്കെ കയറാം, നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാം. അതുകൊണ്ട് കുരങ്ങന്മാരെ സെലക്ട് ചെയ്ത് എല്ലാവരും റെഡിയാക്കി നിർത്തി. അങ്ങനെ ആ ദിവസം വന്നു, മത്സര ദിനം വന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷി മൃഗാദികളൊക്കെ ഒരുമിച്ച് കൂടി അവർ നിശ്ചയിച്ച സ്പോട്ടിലെത്തി റെഡിയായി റഫറീസായിട്ട് അവർ നിൽക്കുവാണ്. പക്ഷികളെല്ലാം നിരത്തി നിർത്തിയിട്ടുണ്ട്. അവർക്ക് കൊടുത്ത സ്ഥലങ്ങളിൽ അവർ നിൽക്കുന്നു. രാജാവിൻ്റെ പീഠത്തിലിരുന്നു. ഓക്കെ, അപ്പൊ പ്രധാനിയായിട്ടുള്ള റഫറി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഒരു വിളി കൊടുത്തു. ദേ പക്ഷികളൊക്കെ പറക്കാൻ തുടങ്ങി, പൊങ്ങി പറക്കാൻ തുടങ്ങി. അവരുടെ സർവ്വശക്തി ഉപയോഗിച്ച് അവർ പറക്കുവാണ്. പറന്ന് കുറച്ച് എത്തിയപ്പോൾ, മുകളിലോട്ട് എത്തിയപ്പോഴുണ്ടല്ലോ, കോഴിക്ക് നല്ല ശ്വാസം മുട്ട്. പാവം കോഴി എത്ര ശ്രമിച്ചിട്ട് ഭയങ്കര ശ്വാസം മുട്ട് വന്നാൽ പിന്നെ പറ്റൂലല്ലോ. അങ്ങനെ വിഡ്രോ ചെയ്തു, താഴോട്ട് വന്നു. കുറച്ചുകൂടി പോയപ്പോൾ കുളക്കോഴി താഴോട്ട് വന്നു, കുഞ്ഞി കിളികളൊക്കെ താഴോട്ട് വന്നു. കാരണം പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് നടക്കുന്നില്ല. അങ്ങനെ പക്ഷേ ചില പക്ഷികളൊക്കെ ഇങ്ങനെ പൊങ്ങി പറക്കുവാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരുന്നു. ആരായിരിക്കും ഈ സമ്മാനം അടിക്കുന്നത്, ആര് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാ? കാട്ടിൽ എപ്പോഴും പൊങ്ങി പറക്കണ പക്ഷി ആരാ? കഴുകൻ അല്ലേ? പരുന്ത് കഴുകൻ ദേ പ്രതീക്ഷിച്ചതുപോലെ വിചാരിച്ചതുപോലെ പൊങ്ങി പറക്കുവാണ്. അപ്പൊ ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ്, കഴുകനാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്നതും കാഴ്ച ശക്തി ഉള്ളതും ഒക്കെ, അവൻ്റെ ചിറകുകൾ സ്ട്രോങ് ആയിട്ടുള്ളതും കഴുകനാണ്. നമ്മൾ മുന്നേ വിചാരിച്ചതുപോലെ കഴുകൻ തന്നെ സമ്മാനം കൊണ്ടുപോകും. നമ്മൾ എത്ര ട്രെയിനിങ് കൂടിയിട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അല്ലേലും നമ്മൾ എത്ര ട്രെയിനിങ് കൂടിയാലും ഒന്നും നടക്കത്തില്ല, അവനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പരസ്പരമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും അതെ എന്നൊക്കെ പറഞ്ഞ് ആ പറച്ചിലിനൊക്കെ ഉറപ്പിച്ച് പറയുമ്പോൾ പെട്ടെന്ന് കുരങ്ങച്ചാര്, ഒരു പൊക്കമുള്ള മരത്തിലിരുന്ന കുരങ്ങച്ചാര് വിളിച്ചു പറഞ്ഞു, സമ്മാനം ഡിസൈഡ് ചെയ്യാൻ വരട്ടെ, ഞാൻ എന്തോ കാണുന്നു, കഴുകന്റെ മേലെ എന്തോ പറക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും പിന്നെ കണ്ണൊക്കെ ഒന്നും കൂടെ തുടച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. അപ്പോൾ ചില റഫറീസ് മറ്റ് സ്ഥലങ്ങളിലിരിക്കുന്നതും അവർ കൊടി കാണിച്ച് പറഞ്ഞു, ശരിയാ, കഴുകനല്ല, സമ്മാനം ഡിസൈഡ് ചെയ്യാൻ വരട്ടെ, വേറെ എന്തോ പറക്കുന്നു. അപ്പോൾ എല്ലാവരും വീണ് നോക്കി. അപ്പോൾ താഴ്വാരങ്ങളിൽ നിൽക്കുന്നവർക്ക് മനസ്സിലായി, ശരിയാ, കഴുകന്റെ മേലെ എന്തോ പറക്കുന്നുണ്ട്, ഏതോ ഒരു പക്ഷി പറക്കുന്നുണ്ട്. അങ്ങനെ അവർ ശ്രദ്ധാപൂർവം അങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ, ഒക്കെ 10 മടങ്ങ് ആകാംക്ഷയോടെ നോക്കി, ആരായിരിക്കും കഴുകനെ വെട്ടിച്ച് അതിൻ്റെ മുകളിൽ പറക്കുന്നേ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ക്രമേണ ആ പക്ഷി മേഘങ്ങൾക്കിടയിലൂടെ പറന്ന് ഇങ്ങനെ താഴേക്ക്, സമ്മാനത്തിൻ്റെ അവസാനമായല്ലോ, ഇങ്ങനെ താഴേക്ക് വന്നപ്പം എല്ലാവർക്കും മനസ്സിലായി അതൊരു കുഞ്ഞിക്കിളിയാണ്. റോബിൻ ബേർഡ് എന്ന് പറയും, മണ്ണാത്തിപ്പുള്ളു എന്ന് പറയുന്ന ഒരു കുഞ്ഞി പക്ഷി, കിളി പോലെ വളരെ ചെറിയ. അപ്പൊ ഈ കുഞ്ഞി പക്ഷിയാണ് കഴുകനെ വെട്ടിച്ച് കഴുകന്റെ മേലെ പറക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ കുഞ്ഞുക്കളെയൊക്കെ താഴെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റും ഓടിക്കൂടും. എന്നിട്ട് ചോദിച്ചു, ഇതെങ്ങനെ പറ്റി, ഇതെങ്ങനെ പറ്റി, ഇത്രയും ശക്തനായ ഈ കഴുകനെ വെട്ടിക്കാൻ, കഴുകൻ്റെ മേൽ പറന്ന് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പാകത്തിൽ നീ എന്താടാ ചെയ്തത്, എന്ത് ഗുട്ടൻസാ ഉള്ളത് എന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റും കൂടി ചോദിക്കും. ഈ കുഞ്ഞിക്കിളി പറയും, പ്രിയമുള്ളവരെ, ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തില്ല. ഓക്കെ, ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കഴുകനാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ആരാ? കഴുകനാണ്. കഴുകനും ഞാനും മിക്ക ദിവസവും വൈകുന്നേരം ഒരേ ശിഖരത്തിൽ പോയിരുന്ന കഥകൾ പറയും. ഞാൻ എൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ പറയും. കഴുകനും എന്നോട് സംസാരിക്കും. അങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ കഴുകൻ ഫ്രണ്ടിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു, അതെ, കാട്ടിൽ മത്സരമൊക്കെ നടക്കുവാണല്ലോ, എനിക്കും ഭയങ്കര ആഗ്രഹമാണ് ഈ സിംഹരാജാവിൻ്റെ പുറത്തൊക്കെ ഇരിക്കാനും അടുത്ത ഗ്രാമത്തിലെ കാട്ടിൽ പോയി വസിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ നിനക്കറിയാലോ, എൻ്റെ ശരീരം ചെറുത്, ചിറകുകൾ ചെറുത്, നമുക്കൊന്നും പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ ഞാൻ കഴുകച്ചാരോട് എൻ്റെ സ്വപ്നമൊക്കെ പറഞ്ഞു. അപ്പോൾ കഴുകച്ചാര് ഒരു നിമിഷം മിണ്ടാതിരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ, അത് നീ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം കിട്ടും. അങ്ങനെ കഴുകച്ചാര് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഐഡിയ എന്താന്ന് കേൾക്കണോ? പറഞ്ഞു തരട്ടെ. ഓക്കെ, കഴുകച്ചാര് പറഞ്ഞു, നീ ഉണ്ടല്ലോ, മത്സരം തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചിറകിൻ്റെ പുറം ഭാഗത്തില്ലേ, നീ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് മത്സരം തുടങ്ങി ഞാനിങ്ങനെ പറക്കും, നിന്നെയും പൊക്കിക്കൊണ്ട് ഞാൻ പറക്കും. പറന്ന് 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 ഏറ്റവും ഉയരം എത്തുമ്പോൾ നീ എന്നിൽ നിന്ന് പിടിവിട്ട് ഇച്ചിരി ദൂരം പൊങ്ങി പറക്കണം. ഓക്കെ, എനിക്ക് മേലെ പൊങ്ങി പറക്കണം. എന്നിട്ട് നീ പതിയെ വീണ്ടും എൻ്റെ തോളത്ത് തന്നെ ഇരുന്നോ, മുറുക്കി പിടിച്ച് ചിറകിൽ പിടിച്ചിരുന്നോ, ഞാൻ സേഫായിട്ട് നിന്നെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പർ അല്ലേ? റോബിൻ പറ, സബാഷ്, ഫാന്റാസ്റ്റിക്, ഇത് നമുക്ക് സെറ്റാണ്, നമുക്ക് ശരി, ഇത് മതി. അങ്ങനെ പുള്ളിയും ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ മത്സര സമയത്ത് ഈ ഐഡിയ ആണ് വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പം മത്സരം തുടങ്ങിയപ്പോൾ കഴുകൻ്റെ മുതുകത്തിരുന്ന് പറന്നു, പൊങ്ങി പറന്നു, ലാൻഡ് ചെയ്തു. സൂപ്പർ അല്ലേ? ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആരാ? ഓക്കെ, ഇവിടെ കുഞ്ഞുകിളി റോബിൻ ബേർഡിൻ്റെ ഫ്രണ്ട് കഴുകച്ചാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഈ കുഞ്ഞിക്കിളി വളർന്നു, അല്ലേ? അസാധ്യമായിട്ടുള്ളത് സാധിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കൂടെ ആരാണോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, നമ്മൾ ആരെയാണോ ചേർത്ത് പിടിക്കുന്നത്, അവരുടെ സ്റ്റാൻഡേർഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഉഴപ്പന്മാരാണ് നമ്മുടെ ഫ്രണ്ട്സ് എങ്കിൽ മക്കളെ ഉറപ്പിച്ചോ, ഉഴപ്പിൻ്റെ സ്വഭാവം നമുക്കും കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇച്ചിരി മദ്യമൊക്കെ അടിക്കുന്ന, ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, അവരുടെ ഫ്രണ്ട്സ് അവരേ തരത്തിലുള്ളതൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്, കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. ഓക്കെ, ഇനി ഈ കഴുകൻ ആരെയാ സൂചിപ്പിക്കുന്നത്? ദൈവത്തെ. കുഞ്ഞിക്കിളി ആരെയാ സൂചിപ്പിക്കുന്നത്? നിസാരരായ ചെറുതായ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരെയാണ്. ഓക്കെ, ഇനി സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കഴുകനുമായി ബന്ധപ്പെടുത്തി എന്ന് വെച്ചാൽ ദൈവത്തെ കഴുകനുമായിട്ട് ഉപമിക്കുന്ന വചനങ്ങൾ കണ്ടിട്ടുണ്ടോ ബൈബിളില്? ഉണ്ടോ? പുറപ്പാട് പുസ്തകം 19:4 എടുക്കാവോ? നിങ്ങൾക്ക് മക്കളുടെ കൈവശം ഉണ്ടെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ സിസ്റ്റർ എടുത്തു തരാം. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ക്ലിയർ ആയിട്ടില്ലേ? കഴുകന്റെ ചിറകിൽ സംവഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ദൈവത്തെ ഒരു കഴുകനോട് ഉപമിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഏശയ്യ 40:31 നോക്കാം. അതിൽ പറയുന്നത്, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓക്കെ, അവർ ഓടിയാലും ക്ഷീണിക്കയില്ല, നടന്നാൽ തളരുകയുമില്ല. കണ്ടോ, കഴുകനുമായിട്ട് ഉപമിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് 91 സങ്കീർത്തനത്തില്, അത് നിങ്ങളൊക്കെ ചൊല്ലുന്നതാണ്. 91 സങ്കീർത്തനത്തില് 4-ാമത്തെ തിരുവചനം. ഓക്കെ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ നിഴലിൽ നിനക്ക് അഭയം തരും. ഓക്കെ, അപ്പൊ 3 വചനം നമ്മൾ കണ്ടു. അതില് ദൈവത്തെ കഴുകന്റെ ചിറകുകളുമായി ഉപമിക്കുന്നു. അതിലെ ചിറകുകൾ ഉയർത്തി ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ചിറകട്ടിച്ച് ഉയരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന, നമുക്കെല്ലാം പറയാവുന്ന ഒരു ഫ്രീഡം ഉള്ള ഒരു ദൈവമായി നമ്മുടെ കൂടെ
കർത്താവായ ക്രിസ്തുവിനെ അബാ പിതാവിനെ കൊണ്ട് നടക്കണം. ഓക്കെ, ശരിയില്ലേ? ഓക്കെ, പ്രിയമക്കളെ, ഇനി അടുത്ത് ശ്രദ്ധിക്കണം, ശ്രദ്ധ വിടാതെ സിസ്റ്ററിന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഇനി പറയണത്, ഈ കഴുകച്ചാരുമായിട്ട് ഈ കുഞ്ഞിക്കിളി കൂട്ടുകൂടിയല്ലോ, എല്ലാ വിശേഷങ്ങൾ പറയുന്നു, ഒരു കൊമ്പിലിരിക്കുന്നു, വർത്തമാനം പറയുന്നു. ഇതുപോലുള്ള ഒരു ഫ്രീഡം, ഇതുപോലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് നമ്മുടെ ദൈവവുമായിട്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതാണ് നമ്മുടെ കുരിശുവര. ഒരു ക്രിസ്ത്യാനി ആണെന്നുള്ളതും നമ്മൾ കുരിശുവര രക്ഷയുടെ അടയാളമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്, പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ്, അല്ലേ? നമ്മളെ രക്ഷിക്കുന്നത് കുരിശാണ്, കുരിശിലൂടെയാണ് രക്ഷ. അപ്പോൾ ചിലപ്പോഴൊക്കെ സിസ്റ്റർ പള്ളിയിൽ പോകുമ്പോൾ കാണാറുണ്ട്, ചിലവർ വന്നിട്ട് ഇത് എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്, അല്ലെ, ഓക്കെ, ഒരു ശരിക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഇനി മുതൽ ഓക്കെ നമ്മുടെ ദൈവമായിട്ട് കട്ട ഫ്രണ്ടാകാൻ, അല്ലെ, നല്ലൊരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് വൃത്തിയോടും ഭംഗിയോടും മനസ്സുകൊണ്ട് നമ്മൾ ആ കുരിശ് വര ചെയ്യുവാണ്. അപ്പം അത് സിസ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മുടെ ഇടത് കൈയുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി വലത് കൈ, ഈ വലത് കൈയിൽ ഈ 3 വിരലില്ലേ, ഈ 3 വിരലാണ് നമ്മുടെ നെറ്റിയിൽ സ്പർശിക്കേണ്ടത്. ഈ 3 വിരൽ പറയണ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓക്കെ, ത്രിത്വൈക ദൈവം നമ്മുടെ നെറ്റിയിൽ വെക്കുന്നു. അപ്പൊ സിസ്റ്റർ ഇപ്പം പഠിപ്പിക്കുന്നത് കോമൺ ആയിട്ട് ഔദ്യോഗികമായിട്ട് സഭയിൽ പൊതുവായി നമ്മൾ ചെയ്യുന്ന കുരിശടയാളമാണ് കേട്ടോ. ഓക്കെ, പിതാവിൻ്റെയും പുത്രൻ്റെയും നമ്മുടെ നെഞ്ചിൽ ഇത് വരുമ്പോൾ ഇത് കാണിക്കുന്ന എന്നാ, അത്യുന്നതനായ ദൈവം പിതാവ് ഭൂമിയിലേക്ക് പുത്രനായിട്ട് മനുഷ്യരൂപം പ്രാപിച്ച് തന്നെ എളിമപ്പെടുത്തി വന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, പിതാവിൻ്റെ പക്കൽ നിന്ന് പുത്രനായ ക്രിസ്തു മനുഷ്യരൂപം പ്രാപിച്ച് ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ, എന്തിനാ വന്നേ? നമ്മളെ രക്ഷിക്കാൻ, പാപികളായ നമ്മളെ രക്ഷപ്പെടുത്തി ദൈവത്തിൻ്റെ പക്കലേക്ക് മക്കളായി ജീവിക്കാനുള്ള കൃപ തരാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് അവതരിച്ചത്. ഓക്കെ, അപ്പോൾ നെറ്റിയിൽ നിന്ന് ഇവിടെ വയ്ക്കുമ്പോൾ അതാണ് നമ്മൾ അനുസ്മരിക്കുക. ഇനി ഇടതേ തോളിൽ നിന്ന് വലതേ തോളിലേക്ക്. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, നിത്യതയുടെ മഹത്വത്തിലേക്ക്. ഓക്കെ, പാതാളത്തിൽ നിന്ന് പറുദീസയിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ നമ്മൾ കൈകൂപ്പുന്നു. ഓക്കെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇങ്ങനെയല്ലേ നമ്മൾ ചൊല്ലാറ്. അതുകൊണ്ട് മക്കളെ വ്യക്തതയോടെ, കൃത്യതയോടെ, മനസ്സറിഞ്ഞ് വേണം ഈ കുരിശ് വരയ്ക്കാൻ. ഓക്കെ, കാരണം എന്താ? കുരിശ് രക്ഷയുടെ അടയാളമാണ്, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്, പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ്. നമുക്ക് കുരിശേ ഉള്ളൂ, നമ്മുടെ ഈശോയേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ വലിയ കുരിശടയാളം വരയ്ക്കത്തില്ലേ? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഇവിടെയല്ലേ നമ്മുടെ ചിന്താമണ്ഡലം. ഓക്കെ, ചിന്ത, ബുദ്ധി ഒക്കെ ഇവിടെയാണ്. അപ്പം നമ്മൾ കുരിശടയാളം കൊണ്ട് നമ്മൾ മുദ്രിതപ്പെടുത്തുവാണ്. ദൈവമേ, എൻ്റെ ചിന്തയും ബുദ്ധിയൊക്കെ ഏറ്റെടുക്കണേ എന്നുള്ളതാണ്. ഓക്കെ, ചുണ്ടിൽ വരയ്ക്കുമ്പോഴോ നമ്മൾ സംസാരിക്കുന്നത് നല്ല വാക്കുകൾ വരാം, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളും വരാം. ഓക്കെ, തെറിയും വരാം, അഭിഷേകവും വരാം, അനുഗ്രഹവും വരാം, മോശവും വരാം. അപ്പം നമ്മൾ പറയണം, ദൈവമേ നല്ലത് പറയാൻ കൃപ തരണമേ. ഹൃദയത്തിലോ ഇവിടെയാണ് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ സ്നേഹം, അതൊക്കെ ഹൃദയമായിട്ടാണ്. അപ്പോൾ അതും വിശദീകരിക്കണമേ. ഓക്കെ, അപ്പോൾ നമ്മൾ കുരിശടയാളം കൊണ്ട് നമ്മൾ മുദ്രിതപ്പെടുത്തി നമ്മളെ ദൈവത്തെ ഏൽപ്പിക്കുവാണ്. ദൈവമേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാകണമേ, അങ്ങയുടെ ഇഷ്ടം പോലെ തിരുഹിതമനുസരിച്ച് ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. അതാണ് ഈ പ്രാർത്ഥന. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്നിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഓക്കെ, ഇനി ഞാനൊരു വസ്തുവിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ ഇതിനെ വിശുദ്ധീകരിക്കുന്നു. ഒരു വ്യക്തിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ ആ വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ കുരിശ് വര, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ കഴുകനോളം വളരാൻ, കഴുകൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന വിധം നമ്മളൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് വിശ്വാസമുള്ളവരാണ്, നമുക്ക് കുരിശ് വരയ്ക്കുമ്പോൾ നല്ല വ്യക്തതയോടെ കുരിശ് വരയ്ക്കണം. ഓക്കെ, അല്ലാതെ ആർക്കോ വേണ്ടി എന്തോ 2 വര, 2 ഗുണനം, ഹരണം, ഒരു വെട്ട്, അങ്ങനെയൊന്നും ആകരുത്. ഓക്കെ, നല്ല വ്യക്തതയോടെ മക്കൾ വരയ്ക്കണം. കുരിശ് വരയ്ക്കുമ്പോൾ മനമേ എന്നെ വിശദീകരിക്കണേ. പഠനത്തിൽ കുഞ്ഞുമക്കളൊക്കെ പഠിക്കുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ അതിലൊക്കെ ഒരു കുരിശിട്ടോ. വിശ്വാസത്തോടെ ഇടുന്നവൻ അത്ഭുതം കണ്ണുകൾ കൊണ്ട് കാണും. ഓക്കെ, അപ്പോൾ കുരിശൊക്കെ വരയ്ക്കണം, വ്യക്തതയോടെ, കൃത്യതയോടെ, അറിഞ്ഞ് ചെയ്യണം. ചെയ്യില്ലേ?
പ്രോമിസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തത് ഒരു ചോദ്യം. ഓക്കെ, ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? വിശ്വാസികൾ നിൽക്കുന്ന ഇടമാണോ, അതോ കുറച്ചുകൂടി പൊക്കി വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഇച്ചിരി പൊക്കി കെട്ടി ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്? ഓക്കെ, സാങ്ച്വറി, വിശുദ്ധമായ സ്ഥലം. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അതിനെക്കാട്ടിൽ അതിപ്രധാനപ്പെട്ട ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്നത് സക്രാരി ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ നമ്മൾ നിൽക്കുന്നു, അത് കഴിഞ്ഞ് സാങ്ച്വറി, വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്തിൽ എന്തൊക്കെ കാണും? പ്രധാനമായിട്ടും വിശുദ്ധ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൾത്താര. ഓക്കെ, അൾത്താര. പിന്നെ ആ സാങ്ച്വറിയിൽ നമ്മൾ വചനപീഠം കാണും, ബൈബിള് കാണും, തിരി കാണും, ഇങ്ങനെ കുറച്ച് കാണും. ഇനി നമ്മൾ കാണാത്തതുണ്ട്, എന്താണ്, വിശുദ്ധന്മാരും മാലാഖമാരും. കാരണം ഒരു വിശുദ്ധ ബലി നടക്കുമ്പോൾ സ്വർഗവും ഭൂമിയും ശുദ്ധീകരണ സ്ഥലവും ചേർന്ന് അർപ്പിക്കുന്നതാണ് ഒരു വിശുദ്ധ ബലി. അപ്പൊ വിശുദ്ധ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അൾത്താരയാണ്. ഓക്കെ, അപ്പൊ അൾത്താര എന്താ കാണിക്കുന്നത്? ദൈവത്തിന്റെ സജീവ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, ഇനി അന്ത്യത്താഴത്തിൽ നടന്ന ബലിയും കാൽവരി കുരിശിൽ നടന്ന ബലിയും നമ്മൾ അർപ്പിക്കുന്ന ബലിയും സെയിം ആണ്, ഒന്നാണ് കേട്ടോ. അപ്പൊ അത്രമാത്രം പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധ്യതകൾ കിട്ടിയാൽ ബലിപീഠത്തൊക്കെ ചുംബിക്കണം. അച്ഛൻ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ചുംബിക്കുവോ? കണ്ടിട്ടുണ്ടോ? ഒക്കെ കുപ്പായൊക്കെ അണിഞ്ഞു വരുമ്പോൾ അച്ഛൻ ബലിപീഠത്തെ ചുംബിക്കും. ഒക്കെ ചുംബിച്ചാണ് തുടങ്ങുന്നത്. അതുപോലെ ബലിയർപ്പണം കഴിഞ്ഞു പോകുമ്പോഴും അൾത്താരയെ ചുംബിക്കും. അൾത്താരയോട് വീണ്ടും ആദരവ് കാണിക്കും. എങ്ങനെയാണെന്നറിയാവോ? ഒരു വിശുദ്ധ ബലി നടക്കുമ്പോൾ ചുംബിച്ച് ആദരവ് കാണിക്കും, വണങ്ങി ആദരവ് കാണിക്കും, ധൂപക്കുറ്റി വീശി ആദരവ് കാണിക്കും. ഇങ്ങനെയൊക്കെ അൾത്താരെ ആദരിക്കും, ആദരവ് പ്രകടിപ്പിക്കും. കാരണം എന്താ? കർത്താവായ യേശു ക്രിസ്തുവാണിത്, ദൈവത്തിന്റെ പ്രതീകമാണ്. ഓക്കെ, അൾത്താര ഈക്വൽ ടു സ്വർഗം. സ്വർഗത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹം. അപ്പൊ സ്വർഗത്തിൽ എന്തൊക്കെ കാണണോ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുന്ന സ്ഥലമാണ് അൾത്താര. ഓക്കെ, ഇനി പ്രിയ മക്കളെ ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ വരുമ്പോ അപ്പൊ എവിടെ നിൽക്കണം? പ്രധാനപ്പെട്ട സ്ഥലത്തിന്റെ അടുത്ത് നിൽക്കണോ, അപ്രധാനമായിട്ടുള്ള സ്ഥലത്തിൽ നിൽക്കണോ? ഉദാഹരണത്തിന് ഇതാണ് ബലിപീഠം, അൾത്താര. അൾത്താരയ്ക്ക് ഇവിടെ സ്പേസ് ഉണ്ടല്ലോ, എത്രമാത്രം അടുത്ത് നിൽക്കാൻ പറ്റുമോ അടുത്ത് നിൽക്കണം. അല്ലാതെ അങ്ങ് ദൂരെ വഴിയോരത്ത്, പള്ളിമുറ്റം, പള്ളിയുടെ മൈതാനം, അതൊക്കെ അപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. ഒരു ബലി നടക്കുമ്പം അതൊക്കെ 10ഉം 15 സ്ഥലത്തേ ഉള്ളൂ. 1, 2 സ്ഥാനമൊക്കെ ഉള്ളത് ഇങ്ങനെ അടുത്ത് നിൽക്കണം. ഒക്കെ അടുത്ത് വന്ന് നിൽക്കണം. അങ്ങനെ വാതിൽ പടിയിൽ ഇരുന്ന ഒരാളുണ്ട്, ഒരു പുരോഹിതനാണ്, പഴയ നിയമത്തിലുണ്ട്. ആ പുള്ളിക്കാരൻ എങ്ങനെയാ മരിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. വാതിൽക്കൽ അടുത്തുള്ള പീഠത്തിലിരിക്കുകയും, അപ്പൊ അകത്തും കാണാം പുറത്തും കാണാം. കണ്ടിട്ടില്ലേ ചില ചേച്ചിമാരൊക്കെ വളരെ? അപ്പൊ അകത്തും നടക്കുന്ന വിശേഷം അറിയാം, പുറത്തും നടക്കുന്ന കാഴ്ച. അങ്ങനെ ഇരുന്ന ഒരാളുടെ കാര്യം സിസ്റ്റർ പറഞ്ഞുതരാവേ. ബൈബിൾ ഉണ്ടെങ്കിൽ മക്കളെടുത്ത് 1 സാമുവേലാണ്. ഓക്കെ, 1 സാമുവേൽ 4-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനം വായിച്ച് കേൾപ്പിച്ചേരാവേ. ശ്രദ്ധിച്ചിരിക്കണം. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി. എന്ന് വെച്ചാൽ ഇസ്രായേലും ഫിലിസ്തീനും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. അപ്പോഴുണ്ടായിരുന്ന ഏലി ന്യായാധിപനായിരുന്നു. ആ പുള്ളിയുടെ അടുത്ത് പറയുന്നതാണ് കേട്ടോ, ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി. അപ്പൊ ഇസ്രായേൽക്കാർ തോറ്റു, ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു. അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു. കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസിനെയും അവർ വധിച്ചു. ദൈവത്തിന്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു. വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ 40 വർഷം ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. കണ്ടോ, ഒരു ന്യായാധിപൻ വാതിൽ പടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിലിരുന്ന് കേട്ടു, കഴുത്തൊടിഞ്ഞു മരിച്ചു. ഓക്കെ, അതുകൊണ്ട് മക്കളെ, നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ മരണം നമ്മളെ സൂപ്പറായിരിക്കണം. നമ്മുടെ മരണം കണ്ടിട്ട് ആൾക്കാർ പറയണം, ഓ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പറയണം. അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് വാതിൽ പടിയിൽ ഇരിക്കാമെന്ന് തോന്നൽ വരുമ്പം തന്നെ മക്കൾ വിചാരിക്കണം, 2 പടി മുന്നോട്ട് വെച്ച് ഏറ്റവും വിശിഷ്ടമായ അൾത്താരയോട് ചേർന്ന് അടുത്ത് നിൽക്കണം. ഓക്കെ,
ഇനി അതിപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്, അതിവിശുദ്ധ സ്ഥലമാണ്. ഇത് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം സക്രാരി. എന്തുകൊണ്ടാ സക്രാരി അതിവിശിഷ്ടമായ സ്ഥലമായി മാറുന്നത്? അവിടെ അപ്പമായ ക്രിസ്തുവിനെ എടുത്ത് വാഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം, നിങ്ങളെ കാണുന്നത് പോലെ സജീവ സാന്നിധ്യമുള്ള ക്രിസ്തു അവിടെയുണ്ട്. ഹോളി ഓഫ് ഹോളി പ്ലേസിൽ പോകുമ്പോൾ ആ നടുഭാഗത്ത് വരുമ്പോൾ കർത്താവിനെ വണങ്ങിയിട്ട് വേണം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കുരിശ് വരച്ച് ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമല്ലോ. ഇനി സിസ്റ്റർ ഒരു കുഞ്ഞു കഥ കൂടി പറഞ്ഞുതരാം. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. ഒരിക്കലുണ്ടല്ലോ ജപ്പാനിൽ ഒരു മത്സരം നടന്നു. ഈ മത്സരത്തിന്റെ ടോപ്പിക് ഇതാണ്: ആധുനിക യുഗത്തിലെ മനുഷ്യന്റെ ഹൃദയം വരയ്ക്കുക. അപ്പോൾ ടോപ്പിക്കിൽ കുറേ പേര് മത്സരത്തിന് പങ്കെടുത്തു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പടം കിട്ടി. ഒരു കാൻഡിഡേറ്റ് വളരെ കൃത്യമായിട്ട് പുള്ളി വരച്ചു. പടം എങ്ങനെയാണെന്ന് അറിയാവോ? ആധുനിക മനുഷ്യന്റെ ഹൃദയം, അതാണ് ടോപ്പിക്ക്. പടം വരച്ചപ്പോൾ ഒരു മനുഷ്യനെ വരച്ചു. ഈ മനുഷ്യന്റെ തല അസാധാരണമായിട്ടുള്ള വലിപ്പം, കൈ അസാധാരണമായിട്ടുള്ള നീട്ടം. ഓക്കെ, പിന്നെ അതാ ചെവികൾ ഭയങ്കര, ഈ ആനയുടെ ചെവി പോലെ ഭയങ്കര വലുത്, കണ്ണൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് ഭയങ്കര വലുതായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആ വരച്ച ആള് പറഞ്ഞത്, ഇതുണ്ടോ തല ഭയങ്കര ബുദ്ധിയാണ്. ആധുനിക യുഗത്തിലെ മനുഷ്യൻ കുറേ ബുദ്ധിയുണ്ട്, സർഗാത്മകതയുണ്ട്, ചിന്തകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ ചിന്തകളും ബുദ്ധിയും ഒക്കെ നിറഞ്ഞു ഭയങ്കര വലിയ തല. ഓക്കെ, ഇനി കണ്ണുകൾ കാണേണ്ട കാഴ്ചകളും കാണാൻ പാടില്ലാത്തതും ഒക്കെ കണ്ട് 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 കണ്ണു വലുതായി. കാത് അസാധാരണമായ വലിപ്പം. ഓക്കെ, അറിയേണ്ടതും അറിയാൻ പാടില്ലാത്തതും ആവശ്യമില്ലാത്തതും ഒക്കെ കേൾക്കാനുള്ള ഭയങ്കര ആഗ്രഹം. കൈക്ക് ഒത്തിരി നീട്ടം. അതെന്നാ, എത്ര കിട്ടിയാലും മതിയാകത്തില്ല, എത്ര കിട്ടിയാലും സെർച്ചിങ് ആണ്. ഓക്കെ, ഇനിയും വേണം ഇനിയും വേണം, പോരാ പോരാ, അങ്ങനെ അങ്ങനെ എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി കൈയുടെ നീട്ടം ഭയങ്കര വലുതാണ്. ഓക്കെ, പക്ഷേ എൻ്റെ കുട്ടാ, ഹൃദയം ചുരുങ്ങി പൊട്ടി വളരെ ചെറുതായിട്ടിരിക്കുക, വളരെ ചെറുതായി. കാരണം എന്നാ, ഈ ചിന്തകൾ അറിയണമെന്നുള്ള ദാഹം ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓരോന്ന് കണ്ടെത്താനുള്ള തിരക്കിൽ, കാണണം എന്നുള്ള ആഗ്രഹത്തുള്ള തിരക്കിൽ, വെട്ടിപ്പിടിക്കാനുള്ള തീഷ്ണതയിൽ ഹൃദയം വലുതാക്കാൻ വിട്ടുപോയി. ഹൃദയം സ്നേഹവും കരുണയും എളിമയും കൊണ്ട് നിറയാനും അതിനേക്കാൾ ഉപരി ദൈവത്തിന് അല്ലേ, ദൈവഹൃദയത്തിലാണ് നമ്മുടെ പ്രധാന സ്ഥലത്തിരിക്കേണ്ട ദൈവത്തിനെ ശ്രദ്ധിക്കാനും ആത്മീയത വളർത്താനും ഒന്നും സമയം കൊടുത്തില്ല. അതൊന്നും ശ്രദ്ധിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഹൃദയം ചുരുങ്ങി ഒരു കുഞ്ഞിക്കായിട്ടിരിപ്പുണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെ ബൾജ് ചെയ്ത് വലുതായിട്ടിട്ടുണ്ട്. അതാണ് ആധുനിക മനുഷ്യൻ. അപ്പൊ ആ ഗണത്തിൽ നമ്മൾ പെടണോ? ഇങ്ങനെയാകണോ? എന്തുമാത്രം വികൃതമാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ആവണ്ട കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഒക്കെ ഇടുന്നത് ഹൃദയത്തിലാണ്. നമ്മളെ ദൈവം ഇരിക്കേണ്ടത്. ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. അപ്പൊ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അങ്ങനെയല്ലേ വചനം? ഓക്കെ, കർത്താവായ യേശു ക്രിസ്തു നിനക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ മടിത്തട്ടിലിട്ട് തരും എന്നല്ലേ വചനം അല്ലേ? മക്കളുടെ ഹൃദയം വിശാലത, കരുണ കൊണ്ട് നിറയാൻ, സ്നേഹം കൊണ്ട് നിറയാൻ, ദൈവമേ എന്ന് വിളിക്കുന്ന, തുടിക്കുന്ന, ശ്വാസം പോലെ അങ്ങനെ തുടിക്കുന്ന ഒരു ഹൃദയത്തിൽ തമ്പുരാനെ എന്നുള്ള ഒരു വിളിയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം എന്ത് മനോഹരമാണ്, എന്ത് സൂപ്പറാണ്. അപ്പം നമ്മളിന്ന് പറഞ്ഞത് ഇത്രയാണ്. വിശുദ്ധ കുർബാനയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഇപ്പൊ തുടക്കത്തിലെ സിസ്റ്റർ ഒരു കഥ പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്യുന്നതനായ ദൈവവുമായിട്ട് ആയിരിക്കണം. അസാധാരണമായിട്ട് ആ റോബിൻ ബേർഡ് സമ്മാനം അടിച്ചതുപോലെ നമുക്കും അടിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് വചനവും ദൈവവും ഒക്കെ വേണം, ചേർത്ത് പിടിക്കണം. ഓക്കെ, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞില്ലേ, വചനം ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സിൽ പറയണേ, ദൈവമേ എന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കണേ. ഞാൻ ഈ വചനത്തിന് ഉമ്മ കൊടുക്കുമ്പോൾ പറയണേ, എന്നെ ഇതുപോലെ ചേർത്ത് പിടിച്ച് ഉമ്മ തരണേ, എനിക്ക് കുറേ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട്, ഒരു പരിഹാരമുണ്ട്. അങ്ങനെ പറയുക, വചനം ആവർത്തിക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ ഹൃദയം വിശാലമാക്കണം. പിന്നെ എന്താ, പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കുരിശ് വര എങ്ങനെയാക്കണം? വ്യക്തതയോടെ കൃത്യതയോടെ വേണം കുരിശ് വരയ്ക്കാൻ അല്ലേ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവൊക്കെ വെച്ച് തമ്പുരാന്റെ മുമ്പിൽ തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, തമ്പുരാൻ ആദരവും ബഹുമാനവും കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ നിൽക്കാൻ. പിന്നെ എന്താ പറഞ്ഞത്, പള്ളിയിൽ കയറുമ്പോൾ വിശുദ്ധ ബലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബലി. അന്ത്യത്താഴത്തിൽ നടത്തിയ ബലിയും
കുരിശിൽ നടത്തിയ ബലിയും അവിടെ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ബലിയും സെയിമാണ്. അതുകൊണ്ട് വിദൂരങ്ങളിൽ പോയി മൈതാനത്ത് പോയി നിൽക്കരുത് മക്കളെ. അടുത്ത് വന്ന് തമ്പുരാനോട് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ പറ്റും അത്രമാത്രം ചേർന്ന് നിൽക്കോ. അപ്പോൾ തമ്പുരാൻ ദൈവത്തിൻ്റെ മണവും ഗുണവും സ്വഭാവമുള്ള വ്യക്തിയാക്കി നമ്മളെയും മാറ്റും. പാപികളായ നമ്മളെ മാറ്റും. നമുക്ക് എല്ലാത്തിനും ഉത്തരം ഇത് അൾത്താരയാണെങ്കിൽ അവിടെ ഉള്ള സൊല്യൂഷൻ. അങ്ങനെ നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ജീവിക്കണം, ആനന്ദത്തോടെ ജീവിക്കണം. വെറും ഇച്ചിരി ഇച്ചിരി ഇഷ്ടങ്ങളിലും സന്തോഷങ്ങളിലും മാത്രം കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയായി മാറരുത്. ഈശോപ്പയെ നമുക്ക് നേരിൽ മുഖാമുഖം കാണണം. ഓക്കെ, അങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാൻ ദൈവം സകല കൃപകളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. God bless you.